ഇന്ന് ഞാനൊരു ഈസി പാസ്ത റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് പാസ്ത ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ സവോള സോട്ട് ചെയ്യുക, അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ക്യാരറ്റും ബീൻസും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസോ ബ്രൊക്കോളിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിനുശേഷം നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ ബേസിക് മസാലാസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസും ഏകദേശം ഒരു ഹാഫ് കുക്ക്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ 2 എഗ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 എഗ്സ് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, ഒന്ന് നല്ലോണം സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. നല്ലോണം സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മീറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മീറ്റ് ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന വീറ്റാണ്, വീറ്റിൻ്റെ ലിംഗ്വീനി പാസ്തയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ മസാലയിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ ടൊമാറ്റോ നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ ആക്കി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ലൈറ്റ് സോയാ സോസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ സോയാ സോസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ പാസ്ത കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ, നല്ലോണം വെള്ളം തിളപ്പിക്കുക, വെള്ളത്തിൽ ഉപ്പും എണ്ണയും കൂടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം പാസ്ത ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം സ്ട്രെയിൻ ചെയ്യുക, കോൾഡ് വാട്ടർ യൂസ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നല്ല ഒട്ടാതെ നല്ല വിട്ട് വിട്ട് നിൽക്കും. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മുടെ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം, ഒറിഗാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇറ്റാലിയൻ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്തോളൂ, നല്ലൊരു ഫ്ലേവറും കിട്ടും. ക്രീം ഇല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്ത് വരുന്ന ആ ടൈമിൽ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു ക്രീമി ഫ്ലേവർ വരും. എല്ലാം മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ പാസ്ത റെഡി. അടിപൊളിയാണ്, ഇത് മസ്റ്റ് ട്രൈ ആണ്. പ്രത്യേകിച്ച് ഇത് വീറ്റ് ആയതുകൊണ്ട് നമുക്ക് പിള്ളേർക്ക് ഈ ഒരു ഹെൽത്തി ഓപ്ഷനും കൂടെയാണ്, ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ചിനൊക്കെ ആണെങ്കിൽ. അത് കഴിഞ്ഞ് മോളെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ച് വരുന്ന വഴി ഒരു വീടിൻ്റെ ബാക്ക് യാർഡിൽ നിന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ശരിക്കും കാണാനായിട്ട് കൊന്നപ്പൂ പോലെ തന്നെയുണ്ട്, കളർ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ആ കാറ്റത്ത് ഇങ്ങനെ കിടന്ന് അത് ആടുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഭയങ്കര കളർഫുള്ളാണ്. ഇത് എത്രമാത്രം എനിക്കിതിൽ കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. ആ കളറിൻ്റെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇനിയും വീഡിയോസായിട്ട് വേറൊരു ദിവസം വരെ. പ്ലീസ് സബ്സ്ക്രൈബ്.